ഇറ്റലിയുടെ ഹൃദയഭാഗത്തുള്ള മൗണ്ട് ടാലിയോയുടെ പാറകളിൽ സ്ഥാപിതമായ സാക്രോ സ്പെക്കോ മൊണാസ്റ്ററി ഒരു ആധ്യാത്മിക കേന്ദ്രവും ചരിത്ര സ്മാരകവും കൂടാതെ അത്ഭുതകരമായ ശില്പകലയുടെ ഉദാഹരണവുമാണ്. പാശ്ചാത്യ സന്യാസ പരമ്പരയുടെ ഉദ്ഭവസ്ഥാനമായി അറിയപ്പെടുന്ന ഈ സ്ഥലം വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെ സ്മാരകമാണ്. റോമൻ ഗോത്തിക് ശൈലിയിൽ നിർമ്മിതമായ ഈ മൊണാസ്റ്ററി നിരവധി ചാപ്പലുകൾ, നടപ്പാലങ്ങൾ, മുറികൾ എന്നിവയുള്ള ഒരു സമുച്ചയമാണ്. എല്ലാ കോണിലും ചരിത്രവും ആധ്യാത്മികതയും പ്രതിഫലിക്കുന്നു. പാറകളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നതുപോലെ തോന്നും വിധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സാക്രോ സ്പെക്കോ പ്രകൃതിയും ആധ്യാത്മികതയും തമ്മിലുള്ള സമന്വയത്തിന്റെ പ്രതീകമാണ്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ സാക്രോ സ്പെക്കോ പാശ്ചാത്യ സന്യാസ പരമ്പരയുടെ സ്ഥാപകനായ വിശുദ്ധ ബെനഡിക്റ്റിനെ ആദരിച്ച് നിർമ്മിതമായതാണ്. 6-ാം നൂറ്റാണ്ടിൽ ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ജീവിതം നയിക്കാൻ അദ്ദേഹം ആശ്രയിച്ച ഗുഹയാണ് ഈ സ്ഥലത്തിന്റെ കേന്ദ്രബിന്ദു. നൂറ്റാണ്ടുകളായി ഈ പുണ്യസ്ഥലം തീർത്ഥാടകരുടെയും ആധ്യാത്മിക ചിന്തകരുടെയും പ്രചോദനാ കേന്ദ്രമായി നിലനിന്നു. ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ 13-ാം നൂറ്റാണ്ടു മുതൽ വരയ്ക്കപ്പെട്ട വിവിധ ചിത്രങ്ങൾ ബൈബിളിലെ കഥകളും വിശുദ്ധരുടെ ജീവിതങ്ങളും ചിത്രീകരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചിത്രമാണ് ഇതിലെ ഏറ്റവും പ്രസിദ്ധം. ഫ്രാൻസിസ് അസീസി ഇവിടെ AD 1223 തീർത്ഥാടനത്തിനായി വന്നിരുന്നു. 1228-29 വർഷങ്ങളിൽ ആണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്, അതായത് അദ്ദേഹത്തിന്റെ മരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം. ഇന്ന് ഇവിടെ 6 സന്യാസികളാണ് താമസിക്കുന്നത്. ഇന്നും ഈ മൊണാസ്ട്രി ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു. വിശ്വാസത്തിന്റെയോ കലാസൗന്ദര്യത്തിന്റെയോ പ്രചോദനത്തിനായി ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഇത് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം നൽകുന്നു.